തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നിന്നും അമൂല്യ ആഭരണങ്ങൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. കൊട്ടാരത്തിലെ ജീവനക്കാർ പോലീസ് നിരീക്ഷണത്തിലാണ്. സന്ദർശകരുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന മോഷണമായതിനാൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുന്നതിന് പോലീസിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയുണ്ട്. ഇതാണ് സാഹചര്യം. സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, കൊട്ടാരത്തിനകത്ത് കയറി മോഷണം നടത്തണമെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാവണം. ഒരുപക്ഷെ അതിനകത്തുള്ള ജീവനക്കാരെ അടക്കം സംശയിക്കുന്നതിൽ തെറ്റില്ല താനും. എന്താണ് പോലീസിൻ്റെ ഇതുവരെയുള്ള സൂചനകൾ? ശാസ്ത്രീയ പരിശോധനയ്ക്ക് വെല്ലുവിളികൾ ഏറെയുണ്ടല്ലേ? സജിത്ത്, തീർച്ചയായും. കാരണം കഴിഞ്ഞ നവംബറിലാണ് ഈ ഒരു മോഷണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാണാതാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നവംബർ പകുതിയോട് കൂടിയാണ് ഇവർ കൊട്ടാരത്തിൽ നിന്നുള്ള രാജകുടുംബാംഗങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് മുൻപ് വരെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ആ ആഭരണങ്ങൾ അവിടെ കാണാതാകുന്നത്. അതിനുശേഷം പിന്നീട് കുടുംബങ്ങളിലും ഈ കൊട്ടാരത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും അന്വേഷണം നടത്തി. പക്ഷേ അങ്ങനെയൊന്നും ലഭിക്കാത്തതോടുകൂടിയാണ് ഇപ്പോൾ 2 ദിവസം മുൻപ് പോലീസിൽ പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, പക്ഷേ കൊട്ടാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു, ഒപ്പം തന്നെ അതീവ സുരക്ഷാ മേഖലയുമാണ്. അത്ര എളുപ്പത്തിൽ പുറമെ നിന്നുള്ള ആൾക്കാർക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്ത ഒരു കൊട്ടാരമായതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്കും പോകുന്നവർക്കും കൃത്യമായി രേഖകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല, ഇതിൽ വളരെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമൂല്യമായ വസ്തുക്കളാണ് ഈ ഒരു അലമാരയിൽ നിന്നും കാണാതെ പോയിരിക്കുന്നത്. അതായത് മൂല്യം കുറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ, ആഭരണങ്ങളടക്കം ഉപേക്ഷിച്ച് അതിൽ കൃത്യമായി നല്ല രീതിയിലുള്ള പുരാവസ്തു മൂല്യമടക്കമുള്ള ആഭരണങ്ങളാണ് അവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നത്. അതും പോലീസ് കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു പുരാവസ്തു തട്ടിപ്പടക്കമുള്ള അങ്ങനെയുള്ള ബന്ധങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും മാസം കഴിഞ്ഞിട്ടാണ് പരാതി നൽകുന്നത്. ഒരു അനൗദ്യോഗികമായിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു രാജകുടുംബം ആദ്യം ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ പരാതി നൽകാതെ ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചതോടുകൂടിയാണ് പിന്നീട് പരാതി നൽകാൻ നിർബന്ധിതരാകുകയും പിന്നീട് കമ്മീഷണർക്ക് പരാതി നൽകുകയും പിന്നീട് പേരൂർക്കട പോലീസിലേക്ക് ഈ ഒരു പരാതി കൈമാറുകയും ചെയ്തത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇതിനായി രൂപീകരിക്കും. ആ ഒരു പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഇതിൽ അന്വേഷണം നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട, അതായത് കൊട്ടാരത്തിലേക്കടക്കം അഭിമുഖത്തിനായും മറ്റും പലരും എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊപ്പം തന്നെ ജീവനക്കാർ 15ഓളം ജീവനക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചില്ല എങ്കിലായിരിക്കും പുറമേ നിന്നൊരാൾ വരുന്ന, അല്ലെങ്കിൽ മോഷ്ടാവ് പുറമേ നിന്നൊരാൾ വന്ന് കയറി എടുത്തതാകാനുള്ളൊരു സാധ്യത പോലീസ് പരിഗണിക്കുകയുള്ളൂ. ഡോസ്കോഡും പിന്നെ ഒപ്പം തന്നെ വിരലടയാള വിദഗ്ധരടക്കം ഇവിടെ നിന്ന് ഈ ഒരു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം ഇത്രയും മാസങ്ങളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരാതി വരുന്നതും പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് തെളിവുകളിലേക്ക് അടക്കം പോകേണ്ടി വരും. CCTV അടക്കം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയാലും പോലീസ് അന്വേഷണം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നീങ്ങുക. സജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. സാരംഗ്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് രാജകൊട്ടാരത്തിൽ ഉള്ളിൽ നടന്ന മോഷണമാണ്. പഴയ പ്രതാപവും പാരമ്പര്യമൊക്കെയുള്ള കുടുംബമാണ്, കൊട്ടാരവും വീടുമൊക്കെയാണ്. അപ്പം അമൂല്യങ്ങളായ പല വസ്തുക്കളും ഉണ്ടാവും. എന്തുകൊണ്ട് ഈ പരാതി പുറത്തു പറയാൻ വൈകി എന്ന കാര്യത്തിൽ രാജകുടുംബത്തിന് എന്തെങ്കിലും വിശദീകരണം കൃത്യമായി നൽകിയിട്ടുണ്ടോ? അവർ ആ തരത്തിലുണ്ടോ? കാരണം ഒരു ക്രൈം നടന്നാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്നുള്ളത് സ്വാഭാവിക നടപടിയാണല്ലോ. പക്ഷേ ഇത് അവർ വൈകിക്കുമ്പോൾ സ്വാഭാവികമായൊരു വീഴ്ച അവരുടെയും സംഭവിച്ചിട്ടില്ലേ? തീർച്ചയായും. കാരണം ഇത്രയും മാസത്തെ ഒരു കാലതാമസം എന്ന് പറയുമ്പോൾ അത് രാജകുടുംബാംഗം പോലീസിനോട് വിശദീകരിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, അതൊരു ചെറിയ കളവല്ല. അമൂല്യമായ പല ആഭരണങ്ങളുമാണ്. അതായത് നമ്മൾ കേട്ടുകേൾവി പോലുമില്ലാത്ത പണ്ടത്തെ കുടുംബാംഗങ്ങൾ ഉപയോഗിച്ച് വന്നിരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. അതിന് ഒരു സ്വർണത്തിൻ്റെ മൂല്യം എന്നതിനപ്പുറത്തേക്ക് ഒരു അമൂല്യ പുരാവസ്തു എന്ന തരത്തിലുള്ള മൂല്യമടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇത് നഷ്ടപ്പെട്ടു എന്ന കാര്യം കണ്ടെത്തേണ്ടത്, അതായത് ഉടനടി തന്നെ ഒരു പരാതി നൽകിയിരുന്നു എങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു മോഷണത്തിലേക്കും അതിൻ്റെ മോഷ്ടാക്കളിലേക്കും എത്താൻ സാധിച്ചിരുന്നു. പക്ഷേ അത് ഈ ഒരു രാജകുടുംബാംഗത്തിൻ്റെ വിശദീകരണം, അതായത് പോലീസ് അടക്കം നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഈ ഒരു തിരുവിതാംകൂർ പോലെയുള്ള ഒരു രാജകുടുംബത്തിൽ നിന്നും ഇങ്ങനൊരു മോഷണം നടക്കുന്നത് അതൊരു ചീത്തപ്പേരായി കാണണ്ട എന്ന് കരുതിയാണ് അവർ തുടക്കത്തിൽ പരാതി നൽകാതിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് കുടുംബവുമായി ബന്ധപ്പെട്ടും കുടുംബത്തിൻ്റെ രീതിയിലും അന്വേഷണം നടത്തി. അതായത് കൈമാറിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മാറി വെച്ചതാണോ എന്നടക്കമുള്ള. പക്ഷേ എന്നാലും ഇത്രയും മാസത്തെ ഒരു സമയം എന്ന് പറയുമ്പോൾ അത് കൂടുതലാണ്. കാരണം
കാരണം ഇത്രയും വിലപിടിപ്പുള്ള 2 കോടി രൂപയോളം വിലമതിക്കുന്ന ആഭരണങ്ങൾ കാണാതെയാകുന്നു. ഇത്രയും മാസം കഴിഞ്ഞ് പരാതി നൽകുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത്രയും അമൂല്യമായ വസ്തുക്കളാണ് നഷ്ടപ്പെട്ടതും. മാത്രമല്ല ഈ സമയം കൊണ്ട് തന്നെ സംസ്ഥാനവും രാജ്യവും വിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം വളരെ വിശദമായിട്ടായിരിക്കും നടക്കുക. രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണം നടത്തണം. മാത്രമല്ല പരാതി നൽകാൻ കഴിയില്ല എന്നടക്കമുള്ള കുടുംബത്തിന്റെ ഒരു ന്യായം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അത് നിയമവിരുദ്ധമാണ് എന്നായിരുന്നു പോലീസ് കമ്മീഷൻ നൽകിയ വിശദീകരണം. FIR രജിസ്റ്റർ ചെയ്യാതെ അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാതെ ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് അറിയിച്ചതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് ഈ പരാതി നൽകുകയും തുടർന്ന് പോലീസ് ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു കാലതാമസം പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരും, അത് തീർച്ചയാണ്. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായത് ജീവനക്കാരെയും ഒപ്പം അവിടെയുള്ള ശാസ്ത്രീയ തെളിവുകളെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുക. കാരണം ഒരു പൊതുസ്ഥലമല്ല, രാജകൊട്ടാരമാണ്, അത്ര എളുപ്പത്തിൽ ആർക്കും അകത്തേക്ക് കയറാൻ പറ്റാത്ത സ്ഥലവുമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്, കവടിയാർ കൊട്ടാരത്തിലെ മോഷണമാണിപ്പോൾ പോലീസിന് തലവേദനയാവുന്നത്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന മോഷണമാണ്, അതുകൊണ്ട് തന്നെ തെളിവുകൾ കണ്ടെത്തുക വെല്ലുവിളിയാണ്. സാറിന് ഒരു കാര്യം കൂടി, ഈ കൊട്ടാരത്തിലെ അമൂല്യ വസ്തുക്കൾ മോഷ്ടിക്കുന്നത് ഒരു ലോക്കൽ ബന്ധത്തിനപ്പുറം ഇതിന് വിപുലമായ സംസ്ഥാനത്തിന് പുറത്തുള്ള എന്തെങ്കിലും അത്തരം സാധ്യതകൾ, അത്തരം അന്വേഷണം കൂടി നടക്കുന്നുണ്ടോ? സാറിന് സൂചിപ്പിച്ചതുപോലെ മാസങ്ങൾ കഴിഞ്ഞുകൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിക്കുക ഒരു വെല്ലുവിളിയാവും. അപ്പോൾ അത്തരം സംശയങ്ങളിലേക്കും പോലീസ് കടന്നിട്ടുണ്ടോ ഈ കാര്യത്തിൽ? സജിത്ത്, തീർച്ചയായും. കാരണം ഈ ഒരു കൊട്ടാരത്തിലേക്ക് എത്തിയ സന്ദർശകരുടെ വിവരങ്ങൾ ശേഖരിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം പല കുറിയായി പല ആവശ്യങ്ങൾക്കും പുറമേ നിന്നും ഈ ഒരു കൊട്ടാരത്തിലേക്ക് പലരും വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ രേഖകളെല്ലാം കൊട്ടാരത്തിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതായത് പുറം സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കമുള്ള പലരും ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ, അവരുടെ ബന്ധം, അവരെന്ത് ആവശ്യത്തിനായിരുന്നു കൊട്ടാരത്തിലേക്ക് എത്തിയിരുന്നത്, അവർക്ക് ഇങ്ങനെ ഒരു പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നടക്കമുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കണം. കാരണം കേരളത്തിനകത്ത് നിന്നുകൊണ്ടൊരു ചെറിയ രീതിയിലുള്ളൊരു മോഷ്ടാക്കളോ അങ്ങനെയൊന്നും ഇത്തരത്തിലുള്ളൊരു മോഷണത്തിന് തുനിയില്ല എന്ന കാര്യം വ്യക്തമാണ്. കാരണം വളരെ എളുപ്പത്തിൽ തന്നെ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഒരു അലമാര, ഈ ഒരു ആഭരണം സൂക്ഷിച്ചിരുന്ന അലമാര അതീവ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു അലമാരയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് അവിടെ നിന്നും എടുക്കുക, അതായത് ഈ ഒരു അലമാര, അതായത് മോഷണം പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ അലമാര തുറന്ന് ഈ ആഭരണങ്ങൾ അവിടെ നിന്നും കൊണ്ടുപോവുക എന്ന് പറയുന്നതും വളരെ ശ്രമകരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എങ്ങനെയാണ് ഇതിന് പിന്തുണ ലഭിച്ചത്, അതായത് ജീവനക്കാരുടെ പിന്തുണയോടുകൂടി പുറമേ നിന്നും വന്ന സന്ദർശകരാണോ ഈ ഒരു മോഷണം നടത്തിയത്, അല്ലെങ്കിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണോ എന്നടക്കമുള്ള പല കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണം പോകും. മാത്രമല്ല നഗരമധ്യത്തിലാണ്, ഒരു അതീവ സുരക്ഷാ മേഖലയായ കവടിയാർ ഭാഗത്താണ് ഈ ഒരു മോഷണം നടന്നത്. അതും പോലീസിന്റെ ഒരു വീഴ്ചയായിട്ടടക്കം ചില രീതിയിൽ വളച്ചൊടിച്ച അടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാരണം അതീവ സുരക്ഷാ മേഖല ഇത്രയും വലിയൊരു മോഷണം നടക്കുന്നു, അതിൽ പോലീസിന് കൃത്യമായി വലിയ രീതിയിലുള്ള പരിമിതികളുണ്ട്. കാരണം പരാതി കിട്ടാൻ വൈകിയെങ്കിൽ പോലും അങ്ങനെ ഒരു മോഷണം നടന്നു എന്ന കാര്യമടക്കം പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഇതിൽ കൂടുതൽ അന്വേഷണം, അതായത് ഈ ഒരു സന്ദർശകരുടെയും ജീവനക്കാരുടെയും ഒപ്പം കുടുംബാംഗങ്ങളുടെയും അടക്കം വിശദമായ വിവരങ്ങൾ എടുത്താൽ മാത്രമേ ഇതിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. സജിത്, യെസ്, സാറിന് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഈ പരാതി നൽകാൻ വൈകിയത്? ഇതിൽ കൊട്ടാരം അല്പം കൂടി വ്യക്തമായ വിശദീകരണം നൽകേണ്ടി വരുമെന്ന് തോന്നുന്നു. പോലീസ് എന്തായാലും രേഖാമൂലമുള്ള പരാതി നൽകിയതിന് ശേഷം മാത്രമാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. അൺഒഫീഷ്യലി എൻക്വയറി എന്നതായിരുന്നു അവർക്ക് ആദ്യം കിട്ടിയ നിർദ്ദേശം. പക്ഷേ അത് പോലീസിന് സ്വാഭാവികമായും പരാതി വേണം, ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ നഷ്ടപ്പെട്ട വസ്തുക്കൾ, അതിൻ്റെ അമൂല്യത, ഒപ്പം കൊട്ടാരം മറ്റാരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഈ രാജകുടുംബാംഗങ്ങൾ ഗൗരി ലക്ഷ്മിഭായ് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആ തരത്തിലുള്ള പരാതികൾക്ക് സംശയങ്ങൾക്കിടയുണ്ടോ എന്നതാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ദുരൂഹത കൂടുതൽ പുറത്തു വരുമെന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.